ഗൈസ്, ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇന്നലെയല്ലേ അമ്മനെ കടന്നൽ കുത്തിയിട്ട് പറഞ്ഞതല്ലേ ഇനി അധികം പുറം പണിക്കൊന്നും പോകണ്ട, ഇടാപുരങ്ങളിലൊന്നും പോകണ്ട. ഇന്നലെ ആളെ കുത്തി വീട്ടിൽ ഡിസ്ചാർജായി വന്നിട്ടുള്ളേ. ഇപ്പം എന്താ ആൾ ചെയ്യണമെന്ന് നോക്കാൻ കാണിച്ചു തരാം. അവിടെ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് പാത്രം കഴുകി വൃത്തിയാക്കുന്നു. അയടാതിർത്തി പോകുന്നു. ഇന്നലെ പറഞ്ഞ് ഞാൻ ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടാ. ഇതിപ്പോൾ ഞാൻ കാണാണ്ടെടുക്കുന്നതാണ്. നികി നികി ഇല്ല ഇവിടെ. ഇവിടെ ഗ്യാസ് നികി ഇന്നലെയല്ലേ ഡിസ്ചാർജായി കൊണ്ടുവന്നേ. എന്നിട്ട് എടാ കൊടുത്ത് പോയി പണിയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞല്ലേ. ഞാനിപ്പോൾ നോക്കുമ്പോൾ അതിനിടക്കെല്ലാം പോയി പണിയെല്ലാം എടുത്തിട്ട് അവിടെ എന്തെല്ലോ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഞാനും അച്ഛനും ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നോക്കണം, അവിടെ കടന്നലെല്ലാം ഉണ്ടായി, ഇങ്ങോട്ട് പോരീന്ന് പറഞ്ഞിട്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു നീ ഒരു മഴക്കോട്ട് എടുത്തിട്ടടി, 100 രൂപന്റെ മഴക്കോട്ട് വാങ്ങിട്ട് എടുത്തിടടി എന്നെല്ലാം പറഞ്ഞിട്ട് നോക്കുതാ. ഞങ്ങള് പറഞ്ഞു ഇതാണ് മനുഷ്യന്മാരിപ്പോ എന്താ ചെയ്യണ്ടേ. ഇന്നലെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഇതിങ്ങനെ കൂടെ കൂടെ കുത്തിക്കഴിഞ്ഞാൽ ഡേഞ്ചറാണ്, നമ്മളില്ലാത്തപ്പോഴൊക്കെ എന്തെങ്കിലും പറ്റിയാലും. അത് മാത്രമല്ല എപ്പോഴും നമുക്കിതിങ്ങനെ ആശുപത്രി അങ്ങനെ കുത്തി അപ്പം ആശുപത്രി പോകേണ്ടി വരും. ഉറപ്പാണ് പോയിട്ട് ഇഞ്ചക്ഷൻ കടിക്കാൻ പറ്റും. അതും കേടല്ല ശരി. അതാ കാണിച്ചുതരാം. അതാ കയറുന്നില്ല. അത് നോക്കി എടാ കുടിക്കലുണ്ട്. അതാ ആ മറ്റു മരത്തിൻ്റെ ഇടയിൽ പോയിട്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ട്. കയറൂല ഗൈസ്. എന്താ വെള്ളം പിടിക്കുന്ന അവിടെ നിന്നാണ് കുത്തിയ കടന്നില്ല, അതിനിടയിൽ നിന്നാണ് കടന്നൽ കുത്തിയത്. ആ മതിലിന്റെ പുറത്തുനിന്നല്ലേ കുത്തിയത്. അമ്മേ എന്താ അടുത്ത കടന്നലിനെ കൊണ്ട് കുത്തിക്കാനുള്ള പരിപാടിയാണോ? ഇതിന്റെ അപ്പുറത്തുനിന്നല്ലേ കൊടുന്ന് കുത്തിയത്. എന്നിട്ട് പിന്നെ അതിനിടയിൽ കയറി കളിക്കണ. എവിടാ? തൂണിന്റെ അടുത്താ. ഇതുമേന്ന് കപ്പ പറിക്കാൻ പോയിട്ടല്ലേ കുത്തിയത്. കപ്പ അവിടെ നിന്നല്ലേ പറിച്ചത്. പുറത്തുനിന്ന് ആ മതിലിന്റെ. ആ എന്നിട്ട് അവിടെ നിന്ന് ഓടി വന്ന കടന്നല്ലാന്ന് ഇവിടെ കുത്തിയത് അമ്മനെ പറഞ്ഞു വന്നിട്ട്. എന്നിട്ട് ഇപ്പൊ എടാ കൊടുത്തി പോയി കേറല്ലേ. വെള്ളം പിടിച്ചു വെക്കാനാണ്, പൈപ്പില് വെള്ളം വന്നില്ലേ എന്നോർത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കണ്ട രക്ഷയില്ല. അത് എടാ കൊടുത്തി പോയി കയറാണ്ട് നടക്കൂല. ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ എടുത്ത അയ്യോ കടന്നൽ കുത്തിയെന്നും പറഞ്ഞ് ഓടി വരും. വേറെ വഴിയൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഉണ്ടോ? എന്താ പറഞ്ഞു? വെള്ളം സ്റ്റോർ ചെയ്തതിനവിടെ അത്രയും ടാങ്ക് ഉണ്ട്, 1000 ലിറ്റർ മോളിലും ഉണ്ട്. പക്ഷെ അവിടെ ബക്കറ്റിൽ നമുക്ക് പിടിച്ചു വെച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടൂല. അവിടുത്തെ ബക്കറ്റ് അതാണ് ഇവരുടെ അമ്മമാരുടെ ഒരു ഇതെന്ന് പറഞ്ഞാല് അവർക്ക് പണ്ടേ ഒരു രീതി ഉണ്ടാവും. അവര് കളിക്കൂല. സംഭവം എല്ലാവരും വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ മുകളിൽ നമുക്ക് 1000 ലിറ്ററിന്റെ ടാങ്ക് ഉണ്ട്, താഴെ ഉണ്ട് ഇവിടെ 2000, 3000 ലിറ്റർ ടാങ്ക്. മൊത്തത്തില് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം 1000, 2000, 2500, 3000 ലിറ്ററിന്റെ ടാങ്ക്. എന്നിട്ട് അത് കൂടാണ്ട് ചെറിയ 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 ബക്കറ്റുകളിൽ പെയിന്റും ബട്ടറൊന്നും കളയാണ്ട് അതിനകത്തെല്ലാം പിടിക്കും. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടാ അങ്ങനെ നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. ഒരു ചെറിയ പെയിന്റും ബട്ട കണ്ട അതൊക്കെ നമ്മുടെ അമ്മ സംഭരിച്ച പാത്രങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ ശരിയാക്കണം അറിയാം. നമ്മൾ കടന്നൊരു പെയിന്റ് അല്ലെങ്കിൽ വീടിനടിച്ച പെയിന്റും പാട്ടാണെങ്കിൽ ആ പെയിന്റ് ഉണങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ പെയിന്റ് 2-3 ദിവസം കൊണ്ട് വെള്ളം ഒഴിച്ച് അലിയിപ്പിച്ച് ഇങ്ങനെ ചേരണ്ടി പെയിന്റ് എല്ലാം കളഞ്ഞ് അതിൽ വെള്ളം വെച്ചു. എന്തിനാണിത് സത്യം പറഞ്ഞ വെള്ളം ഒന്നരാടും വെള്ളം വരൂടാ. ഒരു ദിവസം വല്ല പൈപ്പ് പൊട്ടിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വെള്ളം വരാതിരിക്കുക. പക്ഷെ അതൊക്കെ പിടിച്ചു വെച്ചില്ലെങ്കിൽ അമ്മമാർക്ക് ഒരു സമാധാനം കിട്ടൂല. ഇത് നമ്മുടെ വീട്ടിൽ മാത്രമേ എല്ലാവരും വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. ഇവര് കൈ ഒഴിഞ്ഞ് വെറുതെ ഇരിക്കുകയില്ല. അയ്യോ അതെന്തോ ആവട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള അമ്മമാരുടെ ഈ കമന്റ്. എനിക്ക് എന്താ നിന്റെ പരിപാടി? എന്താ പരിപാടി? എന്താ മുകളില് എന്താ? ഓ ഇങ്ങനത്തെ പണ്ടെപ്പോഴും ഒരു ആക്കിയതായിട്ട് എന്തോ ഓർമ്മയില്ല. ഇതിപ്പോ എന്താ ഇത് കുക്കർ കടല ഒഴിക്കുമ്പോ. അതെ ഗൈസ്, ഞങ്ങൾക്ക് ഇന്ന്
സത്യം പറഞ്ഞ് ഇപ്പോൾ ഒരു 9 മണി ആകുമ്പോഴേക്കും 9 മണി ആയിരുന്നാലും ഞങ്ങൾക്ക് പോകണം മാനന്തവാടി ബോർഡറിലേക്ക് അല്ലേ. ഇന്നിങ്ങനെ ഞാൻ അങ്ങനെ തന്നെ എടുത്തതാ. പിന്നെ നമുക്കൊരു എന്താ പറയുക ഇന്ദ്രുവിൻ്റെ ഒരു സിനിമയുടെ ഒരു ചെറിയ മൂവിയാണ്. അതിൻ്റെ ഷൂട്ടായിട്ട് ഞങ്ങൾ 2-3 ദിവസമായിട്ട് അവിടെ ഉണ്ടായത് മാനന്തവാടി. ഞാനൊന്നും പറഞ്ഞില്ല, അമ്മേൻ്റെ അത് കാണിച്ച വീഡിയോ പറഞ്ഞില്ല. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് അമ്മനെ കടന്നൽ കുത്തിയത് അറിഞ്ഞതെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നില്ല. ഷൂട്ട് മീൻസ് ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, പൂജയെല്ലാം കഴിഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ ഷൂട്ടിനിപ്പോൾ തുടങ്ങിയാണ്. എന്നാണ് ഇന്ത്യയിലെ ഷൂട്ടൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പോകണം അവിടത്തേക്ക്. അവരവിടെ പറഞ്ഞേക്കണത് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എത്തിക്കുമെന്നാണ്. ഇന്നലെ അതെ ഞങ്ങളോട് 10:30 പോവാൻ പറഞ്ഞു. ചെറിയ സീനുള്ളൂ, പക്ഷെ ഞങ്ങൾ 2:30 വരെ അവിടെ പോസ്റ്റ് സിനിമയാണ് ഞങ്ങൾക്ക് അറിയാം. അത് അങ്ങനെ ഉണ്ടാകുന്നു. അവര് 5 ദിവസത്തെ ഷൂട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായി ഞങ്ങൾ 7 ദിവസം മനസ്സിലേക്ക്. ഇന്നിപ്പോ നമുക്ക് എന്തായാലും ചായയെല്ലാം കുടിച്ചിട്ട്, കുട്ടികളെ ഇട്ടിട്ടില്ല, അവരെയും വിളിച്ചെണീപ്പിച്ച് ചായയെല്ലാം കുടിച്ചിട്ട് നമുക്ക് ബ്രഷ് അവിടെ തന്നെ ചേട്ടാ. അത് ഞങ്ങൾ എല്ലാ ദിവസവും ചിലപ്പം അവിടെ തന്നെ കുറെ ലേറ്റ് ആയിട്ട് ഷൂട്ട് ഉണ്ടെങ്കിൽ അവിടെ തന്നെ റൂമിൽ കിടക്കാൻ വിചാരിച്ചിട്ട് പെട്ടിയും വെക്കാണ് എല്ലാം എടുത്തിട്ടാ പോവാറ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഈ വ്ലോഗ് തുടങ്ങിയതല്ലേ, നമ്മൾ പോകുന്നതും ചെറിയ ചെറിയ അവിടെ എത്തുന്നത് വരെ കാണിക്കാം അല്ലേ. ഓക്കെ, അവിടെ എത്തുന്നവരെ കാണിക്കാം. അതെ, എന്നാ ചായ കുടിക്കുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല കൈസ്. ഇത് പുട്ടും കടലയാ, അത്രേ ഉള്ളൂ. അപ്പൊ അത് കാണാനൊന്നുമില്ല. അപ്പൊ എന്നാ പിന്നെ പോകുമ്പോ കാണാം. അമ്മ അവിടെ ഉണ്ട്. ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ക്യാമറ എടുക്കാൻ പഠിപ്പിക്കാൻ മരണം വരെ പഠിപ്പിക്കല്, എന്റെ മരണം വരെ അല്ലെങ്കിൽ 80-90 വയസ്സ് വരെ പഠിപ്പിക്കൽ തന്നെ പഠിപ്പിക്കല്. അല്ലാണ്ട് ഇത് പഠിക്കുക എന്നുള്ള സംഭവമൊന്നുമില്ല. ഇതിനെ പഠിപ്പിക്കൽ എന്ന് പറയാൻ പറ്റില്ല. പഠിപ്പിക്കൽ എന്ന് പറയുന്നത് നമ്മളൊരാളൊരു കാര്യം പറഞ്ഞു കൊടുത്ത് അയാൾ അത് പഠിക്കും, പിന്നെ നമ്മള് പഠിപ്പിക്കണ്ട, അതിനാണ് പഠിപ്പിക്കൽ. ഇതങ്ങനെയല്ല, ഇത് പറഞ്ഞു കൊടുത്ത് എല്ലാ ദിവസവും ചെയ്യിച്ചോണ്ടേയിരിക്കുക. പണ്ടുള്ളവര് പറയല്ലേ, നുള്ളിക്കോട് തല്ലിക്കോട് തള്ളിക്കളയുടെ സമയം കഴിഞ്ഞു. ഞാൻ പറയുന്നുണ്ടോ തല്ലിക്കളഞ്ഞ ഷോപ്പ് സമ്മതിക്കുന്നില്ല, ഞാൻ ഇല്ലാതെ പിന്നെ ഞങ്ങളേ അപ്പൊ എന്തായാലും അവിടെ നിന്ന് ഒരു തിരക്ക് പിടിച്ച ഓട്ടായിരുന്നു. അവിടെ നിന്ന് എടുക്കാൻ തന്നെ മറന്നു ഈ വ്ലോഗ്. സത്യം പറഞ്ഞാല് എന്നെ കാണണ്ടോന്ന് അറിയില്ല, അവിടെ അങ്ങോട്ട് പിടിച്ചേക്കണ്. അപ്പൊ എന്റെ കൈ ഈ ക്യാമറയിൽ ഇടയ്ക്കിടയ്ക്ക് എന്റെ കൈകളെല്ലാം വന്ന് ചെയ്യും. അതൊന്നും നിങ്ങൾ ആരും കാര്യാക്കണ്ട. നമുക്ക് പോകേണ്ടത് മാനന്തവാടി റൂട്ടിലോട്ടാണ്. വയനാട് ബോർഡറിലാണ്. വയനാടല്ല കണ്ണൂരല്ല എന്ന് പറഞ്ഞാണ്, വയനാട് ബോർഡറിലുള്ള സ്ഥലമാണ്. കണ്ണൂരാണോ കണ്ണൂര്, വയനാടാണോ വയനാട്. അപ്പൊ അവിടെയാണ് നെടുമ്പോയിൽ അങ്ങോട്ടൊക്കെ പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ ഞങ്ങള് 1.5 മണിക്കൂർ ഓട്ടോ ഉണ്ട് ഇവിടുന്ന്. ശരിക്കും അവിടെ നിക്കാൻ അതാ വിളി വന്ന അവിടെ നോക്ക് കണ്ട അവര് വിളിക്കുന്ന. ഹലോ ഹലോ ആ എന്നിട്ടിരിക്കുന്നു. ഹലോ അല്ലല്ല, നമുക്ക് ഇന്നത്തെ ഇന്നത്തെ ലൊക്കേഷൻ ഇല്ല, ഡ്രോയിങ് ക്ലാസ്. ഡ്രോയിങ് ക്ലാസ് അവിടെയാ? അവിടത്തേക്ക് വന്നാൽ ഇപ്പൊ ലാബിൽ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡ്രോയിങ് ക്ലാസ്സിലേക്ക് ലൊക്കേഷൻ മാറ്റി. അതെയാ, എന്നാ ഡ്രോയിങ് ക്ലാസ്സിലേക്ക് വരാട്ടോ. ശരി 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 ഓക്കെ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ആയി ഗൈസ്. ഇതെല്ലാം ഇപ്പൊ 10:30 അവര് പറഞ്ഞാലും 12 മണിയാവും. ആദ്യം പറഞ്ഞത് ഏതൊരു ലാബിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ അത് മാറി ഇന്ത്യയൊക്കെ പഠിക്കുന്ന ഒരു ഡ്രോയിങ് ക്ലാസ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഡ്രോയിങ് ക്ലാസ് പോലെ ആക്കിയത് അവർ സെറ്റ് ഇട്ടത്. അപ്പൊ അവിടത്തേക്ക് അല്ലാനാ പറഞ്ഞു. അപ്പൊ അത് ശരിക്കും കോളയാടാണ്. ഇന്നലെ ഞങ്ങൾ അവിടെ ഷൂട്ടിന് വേണ്ടി പോയതാ, പക്ഷെ പോസ്റ്റ് ആയി എന്ന് പറയാം അല്ലേ. കാരണം ഇന്നലെ എന്നെ കാണിക്കടി കുറച്ച് പറയാനിട്ട് ഇന്നലെ ഞാൻ തന്നെ പറഞ്ഞില്ല. ഇന്നലെ ഞങ്ങള് ഷൂട്ടിനായിട്ട് പോയി, പക്ഷെ നമ്മൾ പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ നടന്നില്ല. ഒരു സീനേ എടുത്തിട്ടുള്ളൂ ഇന്നലെ, അതും നൈറ്റ് ആയപ്പോ. അപ്പോഴേക്ക് നായികയായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടിക്ക് ക്ഷീണവും തലകറക്കെല്ലായി. അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേക്ക് ഒബ്സർവേഷനിൽ കിടത്തി. പിന്നെ അതിനെന്തോ അലർജി എന്തോ ആയിട്ടാണ് കേട്ടോ. സീക്രട്ട് ഓഫ് എലിസബത്ത് എന്നാണ്. ഇതൊരു ചെറിയ മൂവിയാണ്, ഷോർട്ട് മൂവിയാണ്. നമ്മളൊരു അല്ലാതെ ഒരു വലിയ ആക്ടേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇന്ദ്രുവിന് നല്ലൊരു
ഇതുണ്ട് അതിനകത്ത്, നല്ലൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് കുറെ ഡയലോഗുകളൊക്കെ പറയുന്ന ഒരു ക്രിസ്ത്യൻ സ്ലാങ്ങിലൊക്കെ ഉള്ള, കോട്ടയം അങ്ങ് പാല അങ്ങോട്ടുള്ള ഒരു സ്ലാങ് പോലത്തെയാണ്. അപ്പൊ അവര് 2 ദിവസം ഇന്ദ്രുവിന് ഗ്രൂമിംഗ് എല്ലാം ഉണ്ടായിരുന്നു. അതെ, അവനകത്തൊരു പഠിക്കാൻ പുതിയൊരു അറിവല്ലേ അത്. നമുക്കും അതാണ്, അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇൻട്രസ്റ്റ് നമ്മൾ. കാരണം അവനൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഇതൊക്കെ. വേറെ ഡയലോഗ്, വേറെ നമ്മളൊരു എന്താ പറയുക, പല ഭാഷകൾ സംസാരിക്കേണ്ടി വരില്ലേ, അപ്പൊ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഷോർട്ട് മൂവി വരുമ്പോ സമയത്ത് നമ്മൾ എന്തായാലും പറയാം. അപ്പൊ എല്ലാവരും കാണണം. പിന്നെ എന്താ, പിന്നെ ഇപ്പൊ നമ്മള് കണ്ണടിപ്പുറമ്പെത്തി. അപ്പൊ നമുക്ക് വഴിയെ പോകുന്ന വിശേഷങ്ങളും ഷോർട്ട് മൂവിന്റെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ടൊക്കെ കാണാം. ഓക്കെ, ഇന്ദ്രുവിന് എന്താ പറയാനുള്ള ചോദിച്ചേ? എന്ത് അഭിനയത്തിൽ എന്താ പറയാനുള്ള ഇന്ദ്രു? മുടിയൊന്നും ഡയലോഗ് എല്ലാം പഠിച്ചാ? പഠിച്ച് ചേട്ടായി കുഞ്ഞ് എന്തെങ്കിലും ഒരു ഡയലോഗ് ഉണ്ട്. ചേട്ടായി, സൽസ്വഭാവിയായ ടീച്ചറെ എനിക്ക് ചേട്ടായിയുടെ ഭാര്യ ഒരു ഡയലോഗ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും വാരക്കടവ് ബസ് നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ പുറകെ നമുക്ക് അവിടെ പോവാം. അതെ, ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അതെ, കഞ്ഞി വടിച്ചങ്ങടെ തീർത്തു. ഇവിടെ 2 ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമായി. തൈരൊക്കെ ഒഴിച്ച്, തൈരും കൂടി ഒഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ആയി. തൈരങ്ങോട്ട് ജാത്തൊക്കെ ഒഴിച്ചിട്ട് ആ വെള്ളം കുടിക്കുമ്പോ നല്ല രുചി അല്ലേ? കഴിഞ്ഞ് കണ്ണവം ഫോറസ്റ്റ് ഒക്കെ, കണ്ണവൊക്കെ എത്ര മുമ്പല്ലേ ഇത്? കണ്ണവ എത്തുന്നതിന് മുമ്പ് കൊള്ള, അടിപൊളി. ഇനി കപ്പയുടെ ഒരു കുറവുണ്ട്, നാളെ കപ്പ ഉണ്ടാവോ? അപ്പൊ നാളെ അങ്ങ് കേറാം. എന്തായാലും ഈ മോള് ഇപ്പുറം തന്നെ ഉള്ളത് അല്ലേ? അതെ, അപ്പൊ എല്ലാരും കാണാൻ വേണ്ടി ഞങ്ങൾക്കും ഭാഗ്യം കിട്ടി, ചേച്ചിയുടെ കഞ്ഞി കുടിക്കാനും ഭാഗ്യം കിട്ടി. അടിപൊളി കഞ്ഞി. ഇതിലെ പോകുന്നവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. സ്ഥലം ചിറ്റാരിപ്പറമ്പ് അല്ലേ? ഇതേ ഈ ഒരു SD യൂസ്ഡ് കാർ ഷോറൂമിന്റെ നേരെ മുമ്പില്. ഇനി ഞങ്ങൾ കപ്പ കഴിക്കാൻ വരും. ഈ ലൈറ്റ് പിന്നെ എനിക്ക് ബാക്ക് വോളിലേക്ക് അടിച്ചു ഇവിടെ എന്തൊക്കെയോ നിരത്തി വെച്ചിട്ടുണ്ട്. നിനക്കിത് ഏത് ബ്രഷാ വേണ്ടേ? അതിന് ഏതാണെടുത്തോ. ഞങ്ങളെ ഇതിന്റെ മുകളിലാണ് ഷോട്ടുള്ളത്. അതായത് ദുർഗയൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഇവര് ഇവിടെ തന്നെ ഉള്ളവരാ. അപ്പൊ ഇവരെയൊക്കെ അങ്ങനെ നമ്മള് ഇവിടുന്ന് കണ്ടു. നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങളെല്ലാം കണ്ടു. സന്തോഷം. കണ്ണവത്തല്ലേ? എന്താ പേര്? ആഹാ, അടിപൊളി. സന്തോഷം കണ്ടതില്. ഞങ്ങളങ്ങനെ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു അല്ലേ? അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ 8 കിലോമീറ്റർ ഉണ്ടായി. ഇപ്പൊ നമുക്ക് 4 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങളോടൊപ്പം നമ്മുടെ ഈ ഫിലിമിലെ നായികയുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചു വീഡിയോയില്. തൃശ്ശൂരാണ്. പിന്നെ കൊറേ എന്താ പറയാ, നമ്മുടെ ഇതിനകത്തൊക്കെ പരിചയമുള്ളവരുണ്ടാവില്ല. എന്നെ പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറയൂ, കമന്റ് ചെയ്യൂ. അതെ, നമ്മള് ഇന്ദ്രുമാർ കുറച്ചങ്ങോട്ട് ഉപ്പുമുളക് സീരിയലില് കേശുവിന്റെ വൈഫായിട്ട് വന്നത് ലെനയായിരുന്നു. അതെ, അത് ഞാനാണ് പ്രാങ്കായിട്ട്. പക്ഷെ എന്തായാലും അതില് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊറേ മൂവീസിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്യാൻ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ലെനനെ ഞങ്ങൾക്ക് ഒരു വലിയ നടിയായിട്ട് കാണാൻ കഴിയട്ടെ. അതെ, അപ്പൊ എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ പിന്നീട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ദ്ര ചിരിക്കുന്നു. വലിയ നടിയൊക്കെ ആവുമ്പോ നമ്മളൊന്നും മറക്കരുത്. അതെ, ഇന്ദ്രനൊക്കെ ഒരു സീനൊക്കെ കൊടുക്കണം. അപ്പൊ അങ്ങനെ, അപ്പൊ എന്തായാലും നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തട്ടെ. ഓക്കെ ഗൈസ്, ഞങ്ങൾ അങ്ങനെ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി. ഇതും ഇതിനോട് അടുത്തൊക്കെ തന്നെയുള്ളൊരു സ്ഥലം, എന്താ പറയാ, തനിക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇത് സത്യം പറഞ്ഞ ഒരു ഇന്ദ്ര എന്താ ചെയ്യുന്നത്? എക്കോ അല്ലേ?
ഇത് ഒരു എന്താ പറയുക ലാബാണ് ഇവിടെ, സെൻറ്റ് തെരേസസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ലാബ്. ആ ലാബിലാണ് ഇവിടുത്തെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഇവരിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും, ക്യാമറയും പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, നേരെ വീട്ടിലേക്ക് പോന്നു അല്ലേ. ഇനിയിപ്പോൾ നാളെ വീണ്ടും ഒരു യാത്ര തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് നമുക്കിനി പിന്നെ കാണാം അല്ലേ. അപ്പോൾ അമ്മ ഇവിടെ ഞങ്ങളെ കാത്ത് ഇപ്പണ്ടായി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ഗുഡ് നൈറ്റ് ഗൈസ്. ഒരു ടാറ്റ പറഞ്ഞേക്കാം അങ്ങോട്ട്. ടാറ്റ. കൈ ഒഴിവില്ല ടാറ്റ. ഓക്കെ.